എംപിൻ്റെ എഴുത്തൊക്കെ വളരെ വളരെ ജനകീയമായിട്ടുള്ള ഒരു ഫീലിംഗാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ലെങ്കിലും എം ടിയുടെ തിരക്കഥകളൊക്കെ വളരെ പഞ്ചാഗ്നിയെക്കുറിച്ച് ഞാൻ എൻ്റെ കഥയാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ബാക്കി കഥ നല്ലൊരു കഥയാണ്, അത്രയേ പറയാനുള്ളൂ. ഓരോരുത്തർക്കും അടുപ്പെന്ന് പറഞ്ഞാൽ അന്വേഷിയുടെ പല അറ്റംപ്റ്റുകളും പല ഇപ്പോൾ ചിത്രയും വേണുഗോപാലും കൂടിയുള്ള ഗാനമേള, അതുപോലെ ഞങ്ങളുടെ ഷോർട്സ് ഹോമിൻ്റെ അടിത്തറയിട്ടത് എം ടിയാണ്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഡിന്നർ വിത്ത് മമ്മൂട്ടി എന്നൊരു പ്രോഗ്രാം നടത്തിയിരുന്നു, അതിന് അധ്യക്ഷൻ എം ടി ആയിരുന്നു. എല്ലായ്പ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അടുപ്പമാണ്. ഞങ്ങൾ ഈ ഫീനിക്സിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 23 ഫീനിക്സ് 23, അതിൽ ഞാൻ എം ടീൻ്റെ അടുത്ത് പോയിരുന്നു. എം ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പോയപ്പോൾ. സ്ഥിര സുഖമില്ലായിരുന്നു, കാലിനൊക്കെ നീരൊക്കെ വന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ അനുഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം അടുത്ത കാലത്ത് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അധികം ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ പോയിട്ട് പിന്നെ കാണുന്നൊക്കെ തോന്നുമെങ്കിലും അവസാനം ഞാൻ കണ്ടത് 2023 ആ പരിപാടിക്ക് മുമ്പെയാണ്.